ഹലോ, നമ്മുടെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ മൺചട്ടിയിൽ തന്നെ ചായ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നാ കണ്ടോളൂ, ചായ കുടിക്കണു നമ്മുടെ ശ്രീജിത്ത് ചേട്ടൻ. സൂപ്പർ ചായ, അടിപൊളി ചായ. ഹായ് തിരുവേനി, ചായ കുടിച്ചോളൂ. ശിവേച്ചി, ലേഖേച്ചി, ഹായ്. അങ്ങനെ ഇന്ന് രാവിലെ നമ്മളെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ചേട്ടൻ പത്രം വായിക്കണു, കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഇതാണ് കേട്ടോ ചായ. നമസ്തേ. അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ ദിവസം പ്രയാഗരാജിലേക്കുള്ള യാത്ര കഴിഞ്ഞു. ഇന്ന് നമ്മുടെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ പുറപ്പെട്ടു. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് പ്രയാഗ്രാജിൽ നിന്ന് വന്നു. UP തന്നെ നമ്മൾ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് രാവിലെ തിരിച്ചു. അങ്ങനെ വരുന്ന വഴിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പെട്രോൾ പമ്പിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് കുക്കുംബർ മേടിച്ചു. കുക്കുംബർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുക്കുംബർ കഴിച്ചു. അപ്പോൾ ഇനി നമ്മളെ യാത്ര നേരെ കാശിയിലേക്കാണ് കേട്ടോ. കാശി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. കാശിയിൽ അപ്പം നമ്മൾ നന്നായിട്ട് സ്നാനം ചെയ്തു. നമ്മളുടെ എല്ലാം ഭംഗിയായി. കാര്യങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സുഖമായിരിക്കട്ടെ. സ്നാനം ചെയ്യുന്ന സമയത്ത് സൂര്യഭഗവാനെയും നോക്കി ശരിക്കും അസ്തമയ സമയത്തിന് മുമ്പ് സ്നാനം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാധിച്ചു. പാലഭിഷേകം ചെയ്തു. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. പിന്നെ അത് കൂടാതെ ഞാൻ യാത്രാ സമയത്ത് മുടി എങ്ങനെയാണ് കെയർ ചെയ്യണതെന്ന് പറഞ്ഞു. ഞാനിതുപോലെ മുടി പിന്നി ഇട്ടിട്ടാണ് കേട്ടോ. കുളി കഴിഞ്ഞ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇത്തിരി നേരം തോർത്ത് കെട്ടി വെച്ചിട്ട് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളൊന്ന് പിന്നിയിടും കേട്ടോ. പിന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാറ്റത്ത് മുടി പറന്ന് മുടി പിന്നെ വിടുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് കാരണം മുടി മിക്കവാറും യാത്രാ സമയങ്ങളിൽ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ പിന്നിയിട്ട് കെട്ടും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കുളിക്കുന്ന സമയത്ത് നമുക്ക് അധികം ജടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ കിട്ടാവുന്ന സമയത്ത് മുടി വിടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് നമ്മളുടെ മുടി ഇതുപോലെ കെയർ ചെയ്ത് പോകും. വെളുപ്പിനെ എണീറ്റ് 4 മണിക്ക് എണീറ്റ് മുടി വിടുത്തി എന്നിട്ടാണ് എല്ലാം റെഡിയായത് കേട്ടോ. അപ്പോൾ അല്പസമയം തിരക്കിനിടയിലും മുടിയിൽ ഞാൻ കെയറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിരിച്ചു വന്നിട്ട് മുടി ഹെയർ കെയറിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ അതുവരെ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഈ യാത്രയിൽ പറ്റാവുന്ന സംഭവങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോയിലുണ്ട്, എനിക്ക് യൂട്യൂബിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് മുഷിപ്പ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല യൂട്യൂബിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾ ഈ കുക്കുംബറാണ് കഴിക്കുന്നത് കേട്ടോ. ചായ രാവിലെ തന്നെ കഴിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് യാത്രയാണ് കേട്ടോ. കാശിയിലേക്കുള്ള യാത്രയാണ്. അടിക്കുകയാണ്. हमारा नाम विनय पांडे है। ओके। और जिस जगह पर आप आए हुए हैं ये सारनाथ है। सारनाथ जो है वाराणसी से 10 किलोमीटर की दूरी पर है। ये काशी ही नगरी है। 75 किलोमीटर में जो सारा एरिया है वो काशी है। काशी मुक्ति धाम है। विश्वनाथ ने क्यों नाम पड़ा है? क्योंकि ये विश्व के नाथ हैं, इसलिए इनका नाम विश्वनाथ पड़ा हुआ है। यहाँ लोगों को मुक्ति की प्राप्ति होती है दर्शन करने। काशी सबसे पुराना जगह है। विश्व का, वर्ल्ड का सबसे पुराना अगर कोई शहर है तो काशी है। तीर्थ स्थल, इससे बड़ा तीर्थ स्थल कहीं भी नहीं है। सबसे पुराना काशी है। काशी में मेन दर्शन काल भैरव का होता है। अगर काल भैरव का दर्शन नहीं करेंगे सब दर्शन अधूरा है। काल भैरव काशी के कोतवाल है। विश्वनाथ जी मुक्ति थे। बनारस का सबसे पुराना नाम था ब्रह्मपुरी, विष्णुपुरी, शिवपुरी, आनंद कानन, जो पार्वती जी का मणि गिर गया जिसके नाम से मणिकैका घाट पड़ा। कैका घाट अभी नया में नाम है काशी गंगा माँ के नाम पर। दूसरा है वाराणसी, वरुड़ा और अस्सी ज्वाइन करके वाराणसी बनाया गया। और तीसरा नाम है बनारस। बनारस मतलब होता है बना हुआ रस। काशी जो नगरी है ये रस से भरा हुआ है। बहुत सारे मंदिर है, हर गली में मंदिर है। इतना मंदिर आपको कहीं देखने के लिए नहीं मिलेगा। तो आप सारनाथ पाए हुए हैं। सारनाथ एक गौतम बुद्ध का स्थान है। भगवान बुद्ध का बोधिज्म बर्थ प्लेस है। बौद्ध धर्म की शुरुआत यहीं से हुई है।
तो यहाँ शांति का प्लेस है, लोग दर्शन आप लोग करेंगे, दर्शन करके आएंगे, ठीक है। ये लेके जाएंगे आपको, ये घुमा के लेके, ठीक है। ये काशी में काल भैरव का इम्पोर्टेंट है ना। मेन काल भैरव का दर्शन नहीं करेंगे, सब दर्शन अधूरा है। काल भैरव काशी के कोतवाल है। കാലഭൈരവനെ ആണ് കേട്ടോ. കാലഭൈരവന്റെ അതുപോലെ തന്നെ ആ പാലഭിഷേകം ഏറ്റവും ഉചിതമാണ് കേട്ടോ. ठीक है, ये जाएंगे आपके संग। दूध का अभिषेक है ना, हाँ। वो भी बहुत अच्छा है. बहुत अच्छा है। वहाँ पर देखिए काशी जो नगरी है, भोलेनाथ की नगरी, देखिए जो पेड़ का जड़ होता है वो सनातन धर्म है। और जो टहनी निकले हुए सब ब्रांच है, हमारा ही अंग है वो। सनातन धर्म सबका सम्मान करता है, दयालु धर्म होता है, सम्मान सबको मानता है। सनातन धर्म से बेस्ट धर्म कोई भी नहीं। इधर घूमने के लिए क्या क्या है? घूमने के लिए आप अंदर जाएंगे, मेन मंदिर है, बोधि ट्री है, 80 फीट बुद्धा है, अशोका स्तंभ है, ये सब आपको दिखाएंगे, ठीक है। वो हाँ ठीक है, ये जाएंगे आपको दिखा के लाएंगे। जाइए जी, ये तो दर्शन करेंगे। हाँ നമ്മളങ്ങനെ വരാണ് കേട്ടോ, ബുദ്ധക്ഷേത്രത്തിലേക്ക് വരാണ്. ബുദ്ധൻ്റെ ക്ഷേത്രം ഒന്ന് കണ്ട് മ്യൂസിയം പോലെ ഉണ്ട്, അതെല്ലാം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ കാശിയിൽ മെയിൻ സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ यहाँ खड़े होइए सभी लोग, आइए पहले यहाँ सभी लोग खड़े हुए भाई. एक मोबाइल हम याद है इसमें वीडियो भी है. वीडियो एक आप रखे नहीं उसको, कोई एक दीजिए। है सारनाथ, और जहाँ पर आप लोग खड़े हैं ये है थाई मंदिर। ये पूरा कैंपस थाईलैंड गवर्नमेंट्स के अंदर में आता है। इसका रख रखाव व मेंटेनेंस वही लोग करते हैं। ये सामने जो पीपल का पेड़ दिख रहा है इसे बोधि वृक्ष बोलते हैं। ओरिजिनल तो बोध गया बिहार में है, जहाँ पर गौतम बुद्ध ने तपस्या की और ज्ञान की प्राप्ति की। उसी की सैंपलिंग करके श्रीलंका ले जाया गया। जो काम सम्राट अशोक के बेटा और बेटी ने की, महेंद्र व संघमित्रा ने, उसी की ये तीसरी ब्रांच है जो इस संस्था के संस्थापक श्री रश्मि भंते जी ला करके यहाँ लगाए। गौतम बुद्ध के 4 प्लेस, फर्स्ट लुम्बिनी नेपाल जहाँ गौतम बुद्ध पैदा हुए, सेकेंड बोध गया जहाँ उन्होंने तपस्या की और ज्ञान की प्राप्ति की, थर्ड यहाँ सारनाथ, यहाँ पर गौतम बुद्ध ने अपने 5 शिष्यों को फर्स्ट उपदेश दिए, जिनके नाम थे अश्व जी, महानामा, कोंडन, बप्पा व भाद्या। 4 कुशीनगर गोरखपुर जहाँ पर उनका परिनिर्माण हो गया, समाधि। जी हाँ, यह जो सबसे ऊपर प्रतिमा है यह है ध्यान मुद्रा, बीच के आशीर्वाद मुद्रा, दोनों साइड धर्म चक्र, बुद्धम शरणम गच्छामि, धम्मम शरणम गच्छामि, संगम शरणम गच्छामि। आइए। ഓ ഇത് വീവിങ്ങിൻ്റെ ആണ് കേട്ടോ, ബനാറസ് വീവിങ് കാണാം. भाई भाई इधर फोटो निकालना. फोटो निकाल सकता है, वीडियो नहीं। ഓ ഇത് വീവിങ്ങിൻ്റെ ആണ് കേട്ടോ, ബനാറസ് വീവിങ് കാണാം. भाई भाई इधर फोटो निकालना. फोटो निकाल सकता है, वीडियो नहीं। ഭയങ്കര तकलीफ होता है. ഭയങ്കര तकलीफ होता है. ഇതൊക്കെ ഉണ്ടോ ഇവിടുത്തെ കച്ചവടം? ബുദ്ധിൻ്റെ അടുത്തുള്ളതാണ് സ്റ്റോളുകൾ. ഇതെന്താ കേട്ടോ? ये क्या है?
ठीक है വരും വരും വരും. അല്ല ആ ലേഡിയെ വിടാൻ നിൽക്കാം. ബുദ്ധൻ്റെ എല്ലാം പക്ഷെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. इसको क्या है दाम? क्या मैम 300 का है 300 का स्टोन का है. ये बुद्धन का स्टैचू है ना, उसके कितना है? जो बुद्धा का स्टैचू वाला 500 का है 500. छोटा है ना, छोटा है, छोटा और भी छोटा 500 की छोटा. ये छोटा और वो कितना है? 150 हाँ. 150 ये देना 150. ഇതാണ് കേട്ടോ. ഇതിലെ കുറച്ച് ദൂരം പോയ ശിവ ടെമ്പിൾ കാണാം. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കയറി, മ്യൂസിയം, ബുദ്ധൻ്റെ ഇതെല്ലാം. പക്ഷെ അവിടെ വീഡിയോ അലവ് അല്ല കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസ് മാത്രമേ അലവ് ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നടന്ന് ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ശിവ ടെമ്പിൾ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയോര കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല പ്ലേസ് ആട്ടോ. കുറേ വീഡിയോസൊക്കെ ഉണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. പക്ഷെ എല്ലാം ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറേ സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. ജെയിൻ ടെമ്പിൾ ഇവിടെ അല്ലേ നമ്മളിപ്പോൾ ഞാൻ കേട്ടോ. ജെയിൻ ടെമ്പിളാണ്. ഇവിടെയും അകത്ത് അലവബിളാണോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സ്റ്റെപ്പ് കയറി ഒരു കോട്ട പോലെ ഉണ്ടല്ലേ. എനിക്ക് എത്രത്തോളം വീഡിയോ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ അതൊന്നും അറിയില്ല കേട്ടോ. എടുക്കാവുന്ന എത്രയും കാണിച്ചു തരാം. എന്ത് കാണാൻ കുഴപ്പമില്ല. മരങ്ങളുണ്ട്. ഇത് രസമാണ്. നല്ല കാമാണ് അറ്റ്മോസ്ഫിയർ. കുറച്ച് നേരം ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല സുഖം. ഒട്ടും ചൂടില്ല. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കാണാനായിട്ട്. ഇതാണ് വലിയ ജെയിൻ ടെമ്പിളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ശിവ ടെമ്പിളുണ്ട്, ജെയിൻ ടെമ്പിളുണ്ട്. ഇവിടെ എടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പൈസ കൊടുക്കണോ? ഇല്ല, ഫ്രീയാണ്. നമ്മുടെ കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട്. സാരില്ല, നമുക്ക് പോകാം. കേട്ടോ എൻട്രി ഇത് ഭംഗിയാണ്. രസമുണ്ട് കേട്ടോ. കിളികൾ, അണ്ണാൻ, മാവ് പൂത്തകനുണ്ടോ? ഒരുപാട് മാവ് ഉണ്ടോ? എന്ത് രസമാണ്. ഇത് ജെയിൻ ടെമ്പിള്. ഇതിൻ്റെ വേറൊരു അമ്പലമാണ് കേട്ടോ. ഇവിടത്തെയൊക്കെ കണ്ടോ, സീലിംഗൊക്കെ കണ്ടോ, ഒരു ഭംഗിയാണ്. മതിൽ ഉണ്ടോ, ഭിത്തിയൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട്. ജൈന ടെമ്പിളാണ് കേട്ടത്.
ബുദ്ധൻ്റെ വേറെ അമ്പലമാണ് ഒക്കെ